പൈസ മുടക്കിയാൽ നേഴ്സായി യുകെയിലേക്ക് വരാമെന്ന് ചില ഏജൻസികൾ പറയുന്നുണ്ട്. നിരവധി ആളുകളാണ് യുകെയിലേക്ക് നേഴ്സായി വരാൻ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ കാത്തിരിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ ഇവിടുത്തെ ചില യാഥാർത്ഥ്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ വർഷങ്ങൾ നടന്നിരുന്ന നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ഏകദേശം 2023 ഡിസംബറോട് കൂടിയാണ് ഏകദേശം നിർത്തലാക്കിയത്. അതിനുശേഷം വീണ്ടും തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നുവെങ്കിലും വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് യുകെയിലേക്ക് നേഴ്സായി വരാൻ സാധിച്ചത്. അത് ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തവർക്കും അങ്ങനെയൊക്കെയാണ്. അല്ലാതെ വേറെ ആർക്കും തന്നെ ഇൻ്റർവ്യൂകളൊന്നും കിട്ടിയിരുന്നതായി ഞാൻ കാണുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ അടുത്തൊരു 2-3 വർഷത്തേക്ക് ഇതിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഈ രാജ്യത്തെ സംബന്ധിച്ച് ഇതൊരു പുതുമയല്ല. കാരണം ഇതിനു മുമ്പും ഇതുപോലെ സംഭവിച്ചിട്ടുള്ളതാണ്. കുറച്ച് ആൾക്കാർ എടുത്തതിന് ശേഷം അത്യാവശ്യം ഫില്ലായി കഴിയുമ്പോൾ വേക്കൻസി എല്ലാം ഫില്ലായി കഴിയുമ്പോൾ അവരിത് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് അടുത്ത കുറച്ച് നാളത്തേക്ക് ഇത് നടക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാർക്ക് ഇപ്പോഴും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതായത് തിയേറ്റർ നേഴ്സുകൾ, ഓങ്കോളജി, അങ്ങനെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള നേഴ്സുകൾക്ക്, അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇപ്പോഴും സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ പുതുതായി പഠിച്ചിറങ്ങിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഈ റിക്രൂട്ട്മെൻറ്റിന് ഒരു ട്രസ്റ്റ് ഒരു നേഴ്സിനെ കൊണ്ടുവരണമെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയോളം, അതായത് ഏകദേശം 10,000 പൗണ്ടാണ് ചിലവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഫണ്ടിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗവൺമെൻറ് ഫണ്ടിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫണ്ടിങ്ങാണ് ഈ ഒരു വർഷം മുമ്പ് നിർത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രസ്റ്റിന് ഇപ്പോൾ ഒരാളെ കൊണ്ടുവരാനുള്ള ഫണ്ട് പ്രത്യേകം വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത്. പറഞ്ഞു കേട്ടിട്ടുള്ള നിരവധി ആളുകളാണ് IELTS അല്ലെങ്കിൽ OET കിട്ടിയ ആളുകൾ മാസങ്ങളായിട്ടും ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതായത് ആരും വിളിക്കുന്നില്ല, ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്നതല്ലാതെ ആരും ഇൻ്റർവ്യൂവിന് വിളിക്കുന്നില്ല. അതുപോലെ IELTS കിട്ടിയതിന് ശേഷം അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിലവിലെ സാഹചര്യത്തിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ യുകെയിലുള്ള NMC രജിസ്ട്രേഷനുള്ള നിരവധി ആളുകളാണ് ജോലി കിട്ടുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അതായത് സ്റ്റുഡൻറ്റ് വിസയിലും അല്ലെങ്കിൽ കെയർ വിസയിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ ഇവിടുത്തെ റൂട്ട് വെച്ചിട്ട് രജിസ്ട്രേഷനിലേക്ക് മാറി. പക്ഷേ ജോലി ബാൻഡ് 5 നേഴ്സായിട്ട് കയറാൻ സാധിക്കുന്നില്ല. അതുപോലെ നിരവധി ആളുകൾ ഇപ്പോൾ നിലവിൽ യുകെയിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പുതിയതായിട്ട് പുറത്തുനിന്ന് വേറൊരു നേഴ്സിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ രാജ്യത്തിന് ഇല്ല. അതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അഥവാ അങ്ങനെ ഒരു വേക്കൻസി വന്നാൽ കൂടി സർക്കാരിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യുന്ന നിരവധി ഏജൻസികളുണ്ട്. അവർ ത്രൂവാണ് എപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നത്. ആ ഏജൻസികളൊന്നും ഇത് പൊതുവെ പബ്ലിഷ് ചെയ്യാറില്ല. കാരണം അവർക്ക് ഇഷ്ടംപോലെ CV അവരുടെ കയ്യിലുണ്ട്. അതിൽ നിന്നും ഉള്ള ആളുകൾ തന്നെ സെലക്ട് ചെയ്ത് അവർ ചെയ്യുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ NHS വെബ്സൈറ്റുകളിൽ കയറി ജോലിക്ക് അപേക്ഷിക്കുക. അതുകൂടാതെ NHSൻ്റെ അംഗീകൃതമായിട്ടുള്ള ഏജൻസികളുണ്ട്. അത് ഈ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഏജൻസികളിൽ കയറി അവരിൽ രജിസ്റ്റർ ചെയ്തിടുക, CV അപ്ലോഡ് ചെയ്തിടുക. അപ്പോൾ അവർക്ക് വേക്കൻസി വരുന്നതനുസരിച്ച് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതൊക്കെയാണ് എളുപ്പത്തിൽ ഉള്ള ഒരു വഴി എന്ന് പറയുന്നത്. IELTS അല്ലെങ്കിൽ OET കിട്ടിയ ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാകാൻ നോക്കുക. ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഏരിയകളിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കണ്ട വേക്കൻസിക്കെല്ലാം അപ്ലൈ ചെയ്യാതെ ഈ പെർമനൻ്റ് ആയിട്ടുള്ള റോളുകൾ, ഈ ഫിക്സ് ടൈം റോളുകൾ, ടെമ്പററി റോളുകൾക്കൊന്നും അപ്ലൈ ചെയ്യാൻ പോകരുത്. അതിലൊന്നും കാര്യമില്ല. ഇനിയിപ്പോൾ അഥവാ യുകെയിലെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് മറ്റു രാജ്യങ്ങളൊക്കെ, അതായത് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ അങ്ങനെയൊക്കെ നോക്കാമെന്ന് വെച്ചാലും അവിടെയൊക്കെ സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. ഇതുപോലെ തന്നെയാണ്. കാരണം അങ്ങോട്ട് പോകുന്നത് വെച്ചാൽ അവരും ഇപ്പോൾ ഇതുപോലെ നേഴ്സുമാരും അല്ലെങ്കിൽ ആരെയും പുതുതായിട്ട് കഴിയൊന്നും എടുക്കാതിരിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത കുറച്ച് നാളുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നിരവധി ഏജൻസികൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പൈസ മുടക്കിയാൽ ഇങ്ങനെ വരാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ള ചതിയിൽ പെടും മുമ്പ് ഒന്ന് ആലോചിക്കുക. NHSിലേക്കാണെങ്കിൽ ഇവിടെ തികച്ചും സൗജന്യമാണ്. 5 പൈസ മേടിക്കാതാണ് ഇവിടെ റിക്രൂട്ട് ചെയ്യുന്നത്. അവർ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ചില സ്വകാര്യ ആശുപത്രികൾ, അതായത് സ്പയർ ഹെൽത്ത് പോലുള്ള ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അവരിങ്ങനെ ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ NHSിലെ പോലെ അത്രയും വലിയ തോതിൽ റിക്രൂട്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഏജൻസി വഴിയൊക്കെ ചാടി കയറും മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇല്ലെങ്കിൽ വെറുതെ തട്ടിപ്പിച്ചെന്ന് വീഴാനുള്ള സാഹചര്യം ഉണ്ടാവും. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.